ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രദേശത്തെ പല ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന വെള്ളം കെട്ടിനിൽക്കുകയും ഇത് കുട്ടികളുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്ത് വാഹനങ്ങൾ പോകുമ്പോൾ തെറിച്ചു വീഴുകയും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്തിരുന്നു. കെട്ടിനിൽക്കുന്ന വെള്ളത്തിനടിയിലെ കുഴികൾ കാണാതെ മഴക്കാലങ്ങളിൽ ധാരാളം അപകടങ്ങൾ സംഭവിക്കുക പതിവായിരുന്നു. കൂടാതെ റോഡരികിൽ വലിയ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കൂടിയാവുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ന്യൂസ് 1 ഓൺലൈൻ ചാനൽ ഈ പ്രശ്നം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വാർത്തയായി കൊണ്ടുവന്നത്. പൊതുപ്രവർത്തകനും ഇപ്പോഴത്തെ സ്ഥലം മെമ്പറുമായ എം ചന്ദ്രമോഹനൻ ഈ പ്രശ്നം സ്വമേധയായി ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിനെ സമീപിക്കുകയും അനുകൂല സമീപനം ഉണ്ടാവുകയും ചെയ്തു. 25 ലക്ഷം രൂപ വകയിരുത്തി പ്രസ്തുത പ്രശ്നം പരിഹരിക്കാനുള്ള ടെൻഡർ നടപടികളും ഉണ്ടായി. കഴിഞ്ഞ ദിവസം സ്കൂളിന് മുന്നിലുള്ള അരികുചാൽ നിർമ്മാണവും ഫുട്പാത്ത് ഐറിഷ് വർക്കുകളും ആരംഭിച്ചു. ഇത്തരം ജനകീയ വിഷയങ്ങൾ ജനമധ്യത്തിൽ തുറന്നുകാട്ടി അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുമെന്നും അതിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയമാണ് ഇവിടെ തോട്ടര ഹയർ സെക്കൻഡറി സ്കൂൾ, ITC അങ്ങനെ തുടങ്ങിയ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തോട്ടര. തോട്ടര ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നു പോകുമ്പോൾ തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു വന്ന് നമ്മുടെ PWD റോഡിലേക്ക് ഇറക്കുകയും ധാരാളം അപകടങ്ങൾ കുട്ടികളുടെ മേലിലേക്ക് വെള്ളം തെറിക്കുന്നു. വെള്ളം കൃത്യമായി ഒഴുകി പോകാത്തത് കാരണം കുട്ടികൾ വിട്ടുവരുമ്പോൾ കൂട്ടം കൂടി നിൽക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് വാഹനങ്ങൾ കയറി ആക്സിഡന്റ് തുടങ്ങി ധാരാളം പ്രശ്നങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങളൊക്കെ ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് വലിയൊരു ഗതാഗതക്കുരുക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ ന്യൂസ് 1 ആണ് ആദ്യമായി ഇതൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റേതടക്കമുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അത് നല്ലൊരു ന്യൂസ് അന്ന് ന്യൂസ് 1 ചെയ്തു. ആ ന്യൂസ് 1 ചെയ്തതിന് ശേഷം അത് അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ഒരു മാസങ്ങൾക്ക് ശേഷം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ പ്രസ്തുത പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പറായി ഈ വിനീതനായ എന്നെ തെരഞ്ഞെടുത്തപ്പോൾ ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ചതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ PWDയുമായി ബന്ധപ്പെട്ടു. PWD ഉദ്യോഗസ്ഥരെ കണ്ടു. അവരോട് ഈ സംഗതി ബോധ്യപ്പെടുത്തുവാനും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും സാധിച്ചു. അങ്ങനെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഗുണഫലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ആത്മസംതൃപ്തി. ഇപ്പോ PWD ഈ ഒരു വെള്ളച്ചാലും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഐറിഷ് വർക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് കടന്നു പോകാനുള്ള ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള വർക്കുകൾ ഏകദേശം 25 ലക്ഷം രൂപ ചെലവാക്കി PWD നടത്തുന്നു എന്നുള്ളതിലുള്ള സന്തോഷം ഈ നാട്ടിലെ ആളുകളുമായും അതുപോലെ തന്നെ എല്ലാവരുമായും ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെ തക്കതായ ഫലം കാണുന്നു. അതിൽ ആദ്യമായി ഇടപെട്ട് എന്നെ കൊണ്ടൊക്കെ പ്രതികരിച്ച ന്യൂസ് 1നുള്ള കടപ്പാടും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അനുകൂലമായ സമീപനമെടുത്ത PWD ഉദ്യോഗസ്ഥർ, അവരുടെ ജീവനക്കാർ, അതിലെ AE ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രദേശത്തിന്റെ വിപുലമായ ഒരു വികസനമാണ് ഇവിടെ സാധ്യമാകാൻ പോകുന്നത്. ഇവിടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എല്ലാം ഇതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നുള്ള സന്തോഷം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്.